യുഎഇയിലേക്ക് ഇന്ത്യയിൽ നിന്നും വിമാനയാത്ര ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട സാധനങ്ങളുടെ പട്ടിക അധികൃതർ പുറത്തുവിട്ടു. അച്ചാർ, നെയ്യ്, കൊപ്ര തുടങ്ങിയ പദാർത്ഥങ്ങൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇ-സിഗരറ്റുകൾ, മസാലപ്പൊടികൾ എന്നിവയ്ക്കും നിയന്ത്രണമുണ്ടെന്ന് ഇന്ത്യൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. കൊണ്ടുപോകാൻ പാടില്ലാത്തതും അനുവദിച്ചതും. കൊപ്ര. മലയാളികൾ കൊപ്ര എന്ന് വിളിക്കുന്ന ഉണങ്ങിയ തേങ്ങ ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി 2022 മാർച്ചിൽ ഈ ഇനം നിരോധിത ഇനങ്ങളുടെ പട്ടികയിൽ ചേർത്തു. ഉണങ്ങിയ തേങ്ങ കൊണ്ടുപോകുന്നതിന് ചെക്ക് ഇൻ ചെയ്ത ലഗേജിൽ അനുവദനീയമല്ല. ഇ-സിഗരറ്റ്. ചെക്ക് ഇൻ ചെയ്തതോ കൊണ്ടുപോകുന്നതോ ആയ ലഗേജുകൾ ഇ-സിഗരറ്റുകളും അനുവദനീയമല്ല. സുഗന്ധവ്യഞ്ജനങ്ങൾ ലഗേജിൽ മുഴുവനായോ പൊടിയായോ കൊണ്ടുപോകാൻ കഴിയില്ല. എങ്കിലും BCAS മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെക്ക് ഇൻ ലഗേജിൽ അവ അനുവദിച്ചിരിക്കുന്നു. നെയ്യ്, വെണ്ണ എന്നിവ ലിക്വിഡ് നിയന്ത്രണങ്ങൾക്ക് കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് ഇവ ക്യാരി ഓൺ ലഗേജിൽ കൊണ്ടുപോകാനാവില്ല. അത്തരം ഇനങ്ങൾ 100 മില്ലി എന്ന അളവിൽ എയ്റോസോൾസ്, ജെൽസ് എന്നിവയുടെ കീഴിൽ പരിമിതപ്പെടുത്തുന്നുമുണ്ട്. എങ്കിലും ചെക്ക് ഇൻ ലഗേജിന്റെ കാര്യത്തിൽ ഒരു യാത്രക്കാരന് 5 കിലോ വരെ നെയ്യ് കൊണ്ടുപോകാൻ അനുവദിക്കുന്നു. പക്ഷേ ചില വിമാനത്താവളം നെയ്യ് കൊണ്ടുപോകാൻ അനുവദിക്കാത്തതിനാൽ വിമാനത്താവളവും എയർലൈനും ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പരിശോധിക്കേണ്ടത് പ്രധാനമാണ്. എയർപോർട്ടിൽ ഒരു വസ്തു അനുവദനീയമാണോ ഇല്ലയോ എന്ന് കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം അവരുടെ വെബ്സൈറ്റിൽ നിരോധിത ഇനങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുകയോ എയർപോർട്ടിലേക്ക് നേരിട്ട് വിളിക്കുകയോ ചെയ്യുക എന്നതാണ്. കയ്യിൽ കൊണ്ടുപോകുന്നതും ചെക്ക് ഇൻ ചെയ്യുന്നതുമായ ലഗേജുകളിൽ മുളകച്ചാർ ഒഴികെയുള്ള അച്ചാറുകൾ കൊണ്ടുപോകാൻ അനുവദിക്കുന്നു. മുളകച്ചാർ ഹാൻഡ് ക്യാരിയിൽ അനുവദനീയമല്ല. എങ്കിലും ഇത് സംബന്ധമായ കൂടുതൽ വ്യക്തത എയർപോർട്ടിൽ നിന്നോ എയർലൈനുകളിൽ നിന്നോ നേടാം. എല്ലാ രാജ്യാന്തര യാത്രകളിലെയും പോലെ ഇറങ്ങുന്ന നഗരത്തിന്റെയോ രാജ്യത്തിന്റെയോ കസ്റ്റംസ് മാർഗനിർദ്ദേശങ്ങൾ യാത്രക്കാർ പരിശോധിക്കേണ്ടതുണ്ട്. യുഎഇയുടെ ഫെഡറൽ കസ്റ്റംസ് അതോറിറ്റിക്ക് നിരോധിത വസ്തുക്കളുടെ ഒരു പട്ടികയും പുറത്തിറക്കിയിട്ടുണ്ട്. ദുബായിലെ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന യാത്രക്കാർക്ക് സന്തോഷവാർത്ത. വിമാനമിറങ്ങി ലഗേജിനായി കാത്തിരിക്കേണ്ട, അതിവേഗം ലഭ്യമാക്കാൻ പദ്ധതികൾ. ദുബായ് വേൾഡ് സെൻട്രൽ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഇനി വിമാനമിറങ്ങി എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ തന്നെ ലഗേജും ടെർമിനലിൽ തയ്യാറാകും. അല്ലെങ്കിൽ അവരുടെ ലഗേജുകൾ വീടുകളിലോ താമസിക്കുന്ന ഹോട്ടലിലോ നേരിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് എയർ സർവീസ് ദാതാക്കളായ ഡിനാറ്റ CEO സ്റ്റീവ് അല്ലൻ പറഞ്ഞു. തങ്ങളാൽ കഴിയുന്ന ഏറ്റവും മികച്ച യാത്രാനുഭവം സാധ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയ ക്യൂ ഇല്ലാത്ത പേപ്പറിന് പകരം ബയോമെട്രിക്സ് ഉപയോഗപ്പെടുത്തിയുള്ള വളരെ എളുപ്പവും തടസ്സരഹിതവുമായ യാത്ര വിമാനത്താവളത്തിൽ ഒരുക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ ഭാഗമായ ഡിനാറ്റയാണ് ദുബായ് വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കുന്ന വിമാനങ്ങളുടെ ഏക വിമാന സർവീസ് ദാതാവാണ് ഡിനാറ്റ. $35 ബില്യൺ ദുബായ് വേൾഡ് സെൻട്രൽ വിമാനത്താവളത്തിലെ ടെർമിനലിൽ വിമാനം ഇറങ്ങിയാൽ കാത്തിരിക്കാതെ തന്നെ ലഗേജ് ലഭ്യമാക്കുകയോ അല്ലെങ്കിൽ വീടുകളിലേക്കോ ഹോട്ടലിലേക്കോ അയക്കുകയോ ചെയ്യുന്ന സംവിധാനമാണ് യാത്രക്കാർക്കായി ഒരുക്കുക.